ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ 1 CR ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ആവുകയും ചെയ്ത് അത്യാവശ്യം നല്ലൊരു ട്രേഡായിരുന്നു ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ട്രേഡ് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നല്ലൊരു ട്രേഡായിരുന്നു. അത്യാവശ്യം വെയിറ്റ് ചെയ്ത് കൃത്യമായിട്ട് നല്ലൊരു പൊസിഷൻ ഒരു മൊമെൻറ്റ് കിട്ടുന്നൊരു പോയിന്റ് തന്നെയായിരുന്നു. നല്ലൊരു എൻട്രി തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു കോൾ ഓപ്ഷനാണ് എടുത്തത് ഫിനിഫ്റ്റിയിൽ. കൃത്യമായിട്ട് എൻട്രി എടുത്ത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. 1.5K നല്ലൊരു മൊമെൻറ്റ്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്തതാണ്. പക്ഷേ നല്ലൊരു മൊമെൻറ്റ്സ് കിട്ടിയില്ല. ഒരു മൊമെൻറ്റ്സ് മേലോട്ട് പോയപ്പോഴത്തേക്ക് നമുക്ക് ഏറെക്കുറെ നമ്മുടെ ടാർഗറ്റ് 1.5K എത്തിയപ്പോൾ തന്നെ മനസ്സിലായി ഇനി അധികം മേലോട്ട് പോകാൻ ചാൻസ് ഇല്ലാന്ന്. അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്തു. ഈ ഒരു പോയിന്റ് എത്തുമ്പോഴാണ് ടാർഗറ്റ് ബുക്ക് ചെയ്ത്. അതിന് വലിയ കുഴപ്പമില്ലാത്തൊരു എൻട്രി ആയിരുന്നു. നല്ലൊരു എൻട്രി ആയിരുന്നു. കൃത്യമായിട്ട് വെയിറ്റ് ചെയ്ത് ഓപ്പണിംഗ് റേഞ്ച് ലോ, പ്രീവിയസ് ഡേ ലോ എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് വെച്ചിട്ട് ഇവിടുന്ന് മേലോട്ട് പോകാനുള്ള ചാൻസ് എക്സ്പെക്ട് ചെയ്തു. പിന്നെ നിഫ്റ്റിയിലും അത്യാവശ്യം ട്രെൻഡ് റിവേഴ്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് ചാൻസ് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു എല്ലാം കൂടി ഒരു ഡയറക്ഷൻ വെച്ച് സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ഇന്നത്തെ ലോയും പ്രീവിയസ് ഡേ ലോയും എല്ലാം നന്നായിട്ട് തന്നെ താഴോട്ടേക്ക് വരണമെന്നാണ്. അത്യാവശ്യം നല്ല രീതിക്ക് സപ്പോർട്ട് എടുക്കുന്നുള്ളതുകൊണ്ട് അവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. കൃത്യമായിട്ടൊരു ടാർഗറ്റ് ഹിറ്റ് ആവുകയായിരുന്നു ചെയ്ത്. വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ ടാർഗറ്റ് ഹിറ്റായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരികയായിരുന്നു ചെയ്ത്. നല്ലൊരു എൻട്രി ആയിരുന്നു എന്തായാലും. ഫിനിഫ്റ്റി ആയിരുന്നു. ഫിനിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും എക്സ്പയർ ആയിരുന്നു. ഫിനിഫ്റ്റിയിൽ മാത്രം എൻട്രി എടുത്തുള്ളൂ. അതിനുശേഷം പിന്നെ വേറെ എൻട്രി എടുക്കാൻ നിന്നില്ല. നമ്മളെന്തായാലും നമ്മളൊരു അക്കൗണ്ട് വീണ്ടും ഒരു ചെറിയ രീതിക്ക് വീണ്ടും -5 ഉണ്ടായിരുന്നു. വീണ്ടും -4ലേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും വലിയ കുഴപ്പമില്ല. എന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. നമ്മളെന്തായാലും പതിയെ ഓരോ സ്റ്റെപ്പൊക്കെ വെച്ച് നമുക്ക് കയറാം. പതിയെ തന്നെ കയറുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അതിനുശേഷം പിന്നെ ട്രേഡ് എടുക്കാൻ നിന്നില്ല. ആ ഒരു ട്രേഡ് എടുക്കാൻ നിന്നുള്ളൂ. പിന്നെ ഞാൻ അധികം ട്രേഡ് എടുക്കാൻ നിന്നില്ല. പിന്നെ അധികം മൊമെൻറ്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് കൺസോളേഷൻ ആണ് ഞാൻ പിന്നെ എക്സ്പെക്ട് ചെയ്തത്. ഏറെക്കുറെ ആ റേഞ്ചിൽ തന്നെയായിരുന്നു. വലിയൊരു മൊമെൻറ്റ്സ് എന്തായാലും ഉണ്ടായിട്ടില്ല. ഫിനിഫ്റ്റിയുടെ കാര്യം 24,500 റൗണ്ട് ഫിഗർ എക്സ്പെക്ട് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 53,000 ഏറെക്കുറെ നിയറസ്റ്റ് അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ക്ലോസിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പിന്നെ ട്രേഡ് എടുക്കാൻ നിന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്. നമുക്ക് അടുത്ത ദിവസം ഇനി നോക്കാം. അങ്ങനെ പതിയെ ഓരോ സ്റ്റെപ്പ് വെച്ച് കൃത്യമായിട്ട് നല്ല പൊസിഷൻ എൻട്രി എടുത്ത് ഓരോ സ്റ്റെപ്പ് വെച്ച് ഉറപ്പായിട്ടും നമുക്ക് മുന്നോട്ട് വരാം. നമുക്ക് എന്തായാലും അടുത്ത ദിവസം നോക്കാം ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.